റീസെന്റ് ഫൈൻ അടിച്ചിട്ടുള്ള ആൾക്കാരിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരുവാണ്. അപ്പൊ ആൾക്കാരൊക്കെ ആദ്യമേ ഞാൻ കഴിഞ്ഞ മാസം ഒന്നും അടച്ചതല്ലേ, അപ്പൊ ഇതും ചിലപ്പോ എന്റെ ഫൈൻ ആയിരിക്കും, ഞാൻ പോലും അറിയാതെ ആയിരിക്കും ഈ ഫൈനൊക്കെ വരുന്നത് ബൈ മിസ്റ്റേക്കില്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഈ കെണിയിലേക്ക് പോയി ചാടുന്നത്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു, നമ്മുടെ അക്കൗണ്ടും ഫോണും എല്ലാം ആക്കായി പോകും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെന്താന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്യാഷ് പൊക്കോണ്ടിരിക്കും. ഈ ഒരു സംഭവം എനിക്കും വന്നു. അപ്പൊ അതാണ് ഞാൻ നിങ്ങളിലേക്ക് വേഗം ഒരു വീഡിയോ ആയിട്ട് എത്തിച്ചേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എംപരിവാഹൻ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റില്ല. എവിടെയെങ്കിലും നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ചെല്ലാനായിട്ട് മെസ്സേജ് വരും. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരുപാട് സ്കാമുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ മെസ്സേജ് വായിച്ചു നോക്കുമ്പോൾ ഈ സെയിം എംപരിവാഹൻ അല്ലെങ്കിൽ MVDകൾ അയച്ചേക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. നമ്മൾ ആ ഇതിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു APK ഫയൽ പോകുന്നു, അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആക്കിയാവുന്നു, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുന്നു. ഇതാണ് ഇപ്പൊ നടക്കുന്നത് കേട്ടോ. ഇതിപ്പോ എനിക്ക് ഈ സെയിം സാധനം വന്നു, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എനിക്ക് വന്ന മെസ്സേജ്. അപ്പൊ ഇതിനകത്ത് ഒരു നമ്പറിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നേക്കുന്നത് കേട്ടോ. 9315892688 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചെല്ലാൻ വാസ് ക്രിയേറ്റഡ് ഓൺ യുവർ വെഹിക്കിൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ നമ്പർ, ചെല്ലാൻ ഫൈൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് കോഡ് വന്നിട്ടുണ്ട്, ഗെറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നമുക്ക് ഫൈൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഏകദേശം ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് ആണ് വന്നത്. അതിനകത്ത് ഒരു ലിങ്ക് കാണും, ഡയറക്റ്റ് സൈറ്റിലേക്ക് പോകുന്ന, അതായത് എംപരിവാഹന്റെ സൈറ്റിലേക്ക് പോകുന്ന ലിങ്ക് ആണ്. അതായത് ശരിക്കും നമുക്ക് ഫൈൻ വന്നു കഴിഞ്ഞാൽ ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ ഏകദേശം സാദൃശ്യമുള്ള വേറൊരു ലിങ്ക് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ഒരു ലിങ്ക് മാത്രമല്ല, ഇതൊരു APK ഫയലാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നേരെ പോകുന്നത് വേറെ സൈറ്റിൽ പോയിട്ട് ഒരു APK. അപ്പൊ നമ്മൾ ഈ ഒരു ലിങ്കിന്റെ ലാസ്റ്റ് ആയിട്ട് .apk എന്നൊന്നും നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കൂല. അതാണ് ഇതിനകത്തൊരു കൺഫ്യൂഷൻ നമുക്ക് കയറി വല്ല. നമ്മൾ റഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നോക്കിയപ്പോൾ ഇത് APK ഫയൽ ഒന്നും അല്ല, ചുമ്മാ ജസ്റ്റ് ഒരു ലിങ്ക് ആണ്. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാനത് ക്ലിക്ക് ചെയ്തു. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ ബ്രൗസറിൽ പോയിട്ട് ഓപ്പൺ ആക്കി. അപ്പൊ APK ഫയൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഇത് ആപ്പിളിന്റെ ഫോൺ iOS ആയതുകൊണ്ട് APK ഫയൽ ഒന്നും ഇതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഈ ഒരു സ്കാം വന്നതിന് ഏകദേശം ഒരു മാസം മുമ്പ് എനിക്ക് ശരിക്കും ഒരു ചെല്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എംപരിവാഹൻ സൈറ്റിൽ നിന്ന് എനിക്ക് ശരിക്കും ചെല്ലാൻ വേണ്ട. അതായത് ഒരു ഏരിയയിൽ ഞാൻ പാർക്ക് ചെയ്തായിരുന്നു, പക്ഷെ അത് റോട്ടിലേക്ക് കുറച്ച് വണ്ടി കയറി ഇരിക്കുമായിരുന്നു, നോ പാർക്കിംഗ് ഏരിയ ഒന്നും അല്ലായിരുന്നു. അപ്പൊ അത് ക്യാമറ എങ്ങനെ വന്നിട്ട് എനിക്ക് ജസ്റ്റ് ഒരു 250 രൂപ ഫൈൻ അടിച്ചിരുന്നു. അപ്പൊ ഞാനത് വണ്ടി കൊണ്ട് വീട്ടിൽ വന്നു. ജസ്റ്റ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് മെസ്സേജ് വന്നു. ആ മെസ്സേജിന്റെ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വണ്ടി കടന്ന ഏരിയയും അങ്ങനെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ മെസ്സേജിനകത്ത് ലിങ്ക് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എനിക്ക് ശരിക്കും ഫൈൻ അടിച്ചപ്പോൾ വന്ന ആ ലിങ്ക് ഫസ്റ്റ്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഫൈൻ അടച്ചതിന്റെയാണ്. അപ്പൊ ഇതിനകത്ത് കാണിച്ചിരുന്നത് ചെല്ലാൻ പറഞ്ഞൊരു നമ്പർ ഉണ്ട്, ഹാസ് ബീൻ ഇഷ്യൂഡ് അഗേൻസ്റ്റ് യുവർ വെഹിക്കിൾ നമ്പർ, വണ്ടി നമ്പറും ഡേറ്റും കാര്യങ്ങളും ഉണ്ട്. ടു പേ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ചെല്ലാൻ .പരിവാഹൻ.ഗവൺമെന്റ്.in എന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ സൈറ്റിന്റെ തന്നെയാണ്. ഓർ കോൺടാക്ട് ദ കൺസേൺ ചെല്ലാൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ബാക്കി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ശരിക്കും ഉള്ളതിനകത്ത് ഇതേപോലെ തന്നെ ഒരു ലിങ്കും വരുന്നുണ്ട്. അതാണ് ഇവര് കറക്റ്റ് ആ ഒരു സെറ്റപ്പിൽ തന്നെ കയറ്റി പിടിച്ചേക്കുന്നത്. പക്ഷെ സ്പാമിനകത്ത് ഇങ്ങനെ ഈ ചെല്ലാൻ .പരിവാഹൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പേരിലൊന്നും അല്ല. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഉള്ളത് ഇങ്ങനെയാണ് വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ സിമിലർ ആയിട്ടാണ് ആ മെസ്സേജും വരുന്നത്. ഇപ്പൊ എനിക്ക് പറയുന്നത് ഇത്രയും നാളായിട്ട് ഇത് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞത് ശരിക്കും ഈ എംപരിവാഹൻ ഒരു ചെല്ലാൻ കിട്ടുക. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആമുകാർ ഇത് അറിഞ്ഞത്. അപ്പൊ ഈ ഡേറ്റ എവിടുന്നോ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റീസെന്റ് ഫൈൻ അടിച്ചിട്ടുള്ള ആൾക്കാരിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വരുവാണ്. അപ്പൊ ആൾക്കാരൊക്കെ ആദ്യമേ ഞാൻ കഴിഞ്ഞ മാസം ഒന്നും അടച്ചതല്ലേ, അപ്പൊ ഇതും ചിലപ്പോ എന്റെ ഫൈൻ ആയിരിക്കും, ഞാൻ പോലും അറിയാതെ ആയിരിക്കും ഈ ഫൈനൊക്കെ വരുന്നത് ബൈ മിസ്റ്റേക്കില്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഈ കെണിയിലേക്ക് പോയി ചാടുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു മെസ്സേജ് വന്നപ്പോ തന്നെ എന്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ എന്റെ ഈ വണ്ടി നമ്പർ നോക്കി. ഈ വണ്ടി നമ്പർ ഞാൻ ഒരാഴ്ചയായിട്ട് എടുത്തിട്ടില്ല, വീടിന് മുന്നേ മൂടിയിട്ടേക്കുവാണ്. അപ്പൊ തന്നെ എനിക്ക് തോന്നി തന്നെ സംഭവം എന്ന് അറിയാനായിട്ട്, എന്താണ് നമുക്ക് എന്താണെന്ന് അറിയാനായിട്ട് നമ്മള് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ത്വര വരും ആൾക്കാർക്ക്. അത് ഡയറക്റ്റ് ആയി ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്കിന്റെ കൂടെ .apk ഫയൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആപ്പ് APK ഫയൽ ഡൗൺലോഡ് ആവുള്ളൂ. ആ ഡൗൺലോഡ് ആയ ഫയൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാളും കൂടെ ആയി കഴിഞ്ഞാലാണ് ഫുള്ള് ഹാക്ക് ആയി പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പരിപാടി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നമ്മളെ ഒരു ഗവൺമെന്റ് സൈറ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ബാങ്കുകൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ
ഒരിക്കലും അവര് ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് APK ഫയല് മെസ്സേജ് വഴി ഒന്നും അയച്ചു കൊടുക്കൂല. ഒരിക്കലും ഒരു അപ്രൂവ്ഡ് സ്ഥാപനം APK ഫയല് ഡയറക്റ്റ് അയച്ചു കൊടുക്കത്തില്ല. അങ്ങനെ അയച്ചു കൊടുത്ത് ആ ഒരു APK ഇൻസ്റ്റാൾ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നത് എല്ലാ ആമുകളായിരിക്കും. നിങ്ങളുടെ മൈൻഡിൽ വെച്ചോണം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കുള്ള ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ഫയൽ വരുമ്പോൾ ഒരു ലിങ്ക് വരുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിൽ നിന്നല്ല കേട്ടോ തന്നെ, നമ്പറിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അത് വന്നേക്കുന്ന സെന്ററിന്റെ നെയിം എന്ന് പറഞ്ഞാൽ VM-Wahan-G എന്ന് പറഞ്ഞിട്ടാ. ആർക്കും അങ്ങനെ ഒരു നെയിം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ എനിക്ക് വന്നേക്കുന്ന ഡയറക്റ്റ് നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും കരുതിയിരുന്നു. നമ്മൾ ഇതിപ്പോ അറിയാവുന്നവരാണെങ്കിൽ തന്നെ ചില നിമിഷം നമ്മൾ വേറെ തിരക്കുകളിലേക്ക് ആയിരിക്കും, വേഗം മെസ്സേജ് ഒക്കെ വരും. നമ്മൾ ജസ്റ്റ് നോക്കും, നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റിയിലൊക്കെ മുഴുകിയിരിക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബൈ മിസ്റ്റേക്കിലൊക്കെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു, നമ്മുടെ അക്കൗണ്ടും ഫോണും എല്ലാം ഹാക്കായി പോകും. ഇങ്ങനത്തെ ഒരു സംഭവം പലർക്കും വന്നിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, കുറെ പേര് ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ശരിക്കും ഫൈൻ അടിച്ചേക്കുന്നവരുടെ ഡേറ്റ എങ്ങനെയാണ് ഈ സ്കാമുകാർക്ക് എത്തിയത് എന്നുള്ളതാണ് എന്റെ ഒരു ഡൗട്ട്. റീസെന്റ് ഇപ്പൊ ഒരു 1 മന്തിന് മുമ്പ് ഫൈൻ ചെല്ലാൻ കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ ഒരു ചെല്ലാൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് കണക്ഷൻ കിട്ടും. നേരത്തെ എനിക്ക് ഒരെണ്ണം കിട്ടി, ഇതിപ്പോ എവിടെ നിന്നോ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് നോക്കാന്ന് ഓർത്തിട്ട് ലിങ്ക് കയറി ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആ മെസ്സേജിന്റെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, GitHub എന്ന് പറഞ്ഞേക്കുന്ന ഒരു സൈറ്റിലേക്ക് പോയിട്ടാണ് ഈ APK ഫയൽ വരുന്നത്. അപ്പൊ അതൊന്നും നോർമൽ ആൾക്കാർ ശ്രദ്ധിക്കില്ല. 100% ഉറപ്പാണ്. അവർക്ക് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ലോ. ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ കാണാൻ പറ്റും അതിന്റെ URL ശരിക്കും പോയേക്കുന്ന GitHubലേക്കാണ് പോയേക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഡയറക്റ്റ് ഒരു APK ഫയൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു പോകുന്നു. ജസ്റ്റ് ഒറ്റ ക്ലിക്കില് ആ ഫയല് പിന്നെ ഡൗൺലോഡ് ആയി പോകും. ഈ അയച്ചമാർക്ക് അറിയത്തില്ലോ, ഈ iOS അല്ലെങ്കിൽ ആപ്പിൾ ഡിവൈസിലൊന്നും APK ഫയൽ അല്ല അതിനകത്ത് ആപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആപ്പിളുകാർക്ക് അത്ര വലിയ പ്രശ്നമില്ല, ആ ഫോണിനകത്ത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആവൂല. പക്ഷെ ഈ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്കാണ് അത് പണി കിട്ടുന്നത് കേട്ടോ. ഈ APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് അടുത്ത ക്ലിക്കിൽ ആ സാധനം ഇൻസ്റ്റാൾ ആയി പോകും. ഇത് മാക്സിമം നിങ്ങൾ എല്ലാം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് എത്തിക്കണം. ഇതിന്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിപ്പുണ്ടെന്നുള്ളത്. ഇതിപ്പം നമ്മൾ ഈ ഒരു ജനറേഷനിലേക്ക് ഉള്ളവർക്കാണെങ്കിൽ വീണ്ടും ഒരു അവയർനെസ് ഒക്കെ ഉണ്ടായി. പക്ഷെ കുറച്ച് ഏജ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിലോ ഇത് മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഈ ചെല്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആമ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ശരിക്കും ചെല്ലാനും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് രണ്ടും തിരിച്ചറിയണം. നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണ്ട. നിങ്ങൾ ഒരിക്കലും ഈ മെസ്സേജിൽ വന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് M-Parivahan എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് വണ്ടി നമ്പർ അടിച്ചിട്ട് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ സൈറ്റിൽ ഡയറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ മതി. ഈ മെസ്സേജിൽ വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് പോയി ഇത് അടയ്ക്കാനായിട്ട് ശ്രമിക്കരുത്. ഇതിനകത്ത് സ്പാമും ഒറിജിനലും വന്നോണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഒറിജിനൽ നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ ചില സിറ്റുവേഷൻ നമ്മൾ ഒരു 100% നമ്മൾ ഇരുന്ന് നോക്കത്തില്ല, അതാണ് പ്രശ്നം. അതിപ്പോ ഈ ഇടയ്ക്കാണ് ഈ ഒരു പരിപാടിക്ക് തുടങ്ങി ഇവിടേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ആൾക്കാർ കാണുമെങ്കിലും അവർക്ക് ഒരു അവയർനെസ്സും അവരൊന്നുകൂടെ ശ്രദ്ധിക്കും. ഓരോ മെസ്സേജ് വരുമ്പോൾ മെസ്സേജ് വന്ന് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഒരു പരിപാടിക്ക് നിൽക്കില്ല. നിങ്ങൾക്ക് ആ ലിങ്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആപ്പ് സ്റ്റോറിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ഒക്കെ. അങ്ങനെ കയറിയിട്ട് ചെക്ക് ചെയ്യാവുള്ളൂ. ഓൾറെഡി അത് ഇൻസ്റ്റാൾ ആവൂല. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി M-Parivahanന്റെ ആപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് കയറി നോക്കി വേറെ വല്ല ചെല്ലാൻ വല്ലോ ഫൈൻ അടിച്ചിട്ടുണ്ടോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇല്ല. എനിക്ക് നേരത്തെ അടിച്ച ഓർമ്മയുള്ളൂ, അത് ഞാൻ ഓൾറെഡി ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ ഫൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാനിപ്പോ അന്വേഷിച്ചപ്പോൾ വേറെ ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. ഇത്ര നാളായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് റീലായിട്ട് ഒരു ചെല്ലാൻ അടച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് യൂസ് കയറി വന്നത്. ചിലപ്പോൾ അങ്ങനെ ചെല്ലാൻ ഇതുവരെ ലൈഫിൽ അടച്ചിട്ടില്ലാത്തവർക്ക് ഇത് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഈ ഡാറ്റ കാണൂല. റീസെന്റ് ചെല്ലാൻ അടച്ചവരുടെ ഒക്കെ എന്തെങ്കിലും ഡാറ്റ ഇവര് ചോർത്തിട്ടുണ്ടായിരിക്കണം ഇവര്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ M-Parivahan സൈറ്റിൽ കയറിയിട്ട് ഏതെങ്കിലും വണ്ടി നമ്പർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ചെല്ലാനുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ഇവരിങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ അടിക്കാനായിട്ട് നിൽക്കത്തില്ലല്ലോ. അവർക്ക് എവിടെ നിന്നോ ഒരു ഓട്ടോമേഷൻ പരിപാടി അത് നടക്കുന്നുണ്ട് എന്തായാലും സംഭവം. അപ്പൊ ഇതെല്ലാവരും മൈൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു ഗവൺമെന്റ് സ്ഥാപനമാണോ ബാങ്ക് സ്ഥാപനമാണോ അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു ലിങ്ക് തന്ന അതിനകത്ത് ഞങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരത്തില്ല. അങ്ങനെ ചെക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു വരുന്നതെല്ലാം സ്കാമിങ്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തോ. ഞാൻ ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ആപ്പിൽ കയറി നോക്കുക, വെബ്സൈറ്റിൽ കയറി നോക്കുക. ഇമാരുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പരിപാടിക്ക് നിൽക്കില്ല. ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ വേഗം തന്നെ ചെയ്തത്. അപ്പൊ ഓക്കെ, ബൈ ബൈ.